പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ വെച്ച് എഴുതി അത് കൗണ്ടറിലോ സ്റ്റോളിലോ ഏൽപ്പിച്ചാൽ വ്യാഴാഴ്ച ദിവസത്തെ ശുശ്രൂഷയുടെ സമയത്ത് അത് വായിക്കുന്നതായിരിക്കും. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സന്താനം സൗഭാഗ്യം ലഭിച്ചവർ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ സൗഖ്യപ്പെട്ട് കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടുകൂടെ ലഭിച്ചത് സാക്ഷ്യം പറയാനുള്ളവർക്ക് കുഞ്ഞുങ്ങളെയുമായിട്ട് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാവുന്നതാണ്. അതുപോലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതുപോലെ അതീവ ഗൗരവമുള്ള വിഷയങ്ങൾ കർത്താവ് നിങ്ങൾക്ക് ചെയ്തു തന്നത് നിങ്ങൾക്ക് അനുവാദത്തോടുകൂടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാവുന്നതാണ്. മറ്റ് സാക്ഷ്യങ്ങൾ എഴുതി കൊടുത്താൽ മതിയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ, ദേവാലയത്തിനകത്ത് വളരെ പരിമിതമായ സ്ഥലമാണുള്ളത് നമുക്കറിയാം. കസേര, ഒരു വരി കസേരയാണ് ഇവിടെ അറ്റത്തായിട്ട് മാറ്റിയിട്ടിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾ വന്നപ്പോൾ ദേവാലയത്തിനകത്ത് സ്ഥലമുണ്ടെന്ന് കണ്ട് കസേര പുറത്തു നിന്നെടുത്ത് അകത്തേക്ക് കൊണ്ടുവരരുത്. അങ്ങനെ കൊണ്ടുവന്ന് അകത്തിട്ടിരുന്നാൽ പിന്നീട് ആളുകൾ ദേവാലയത്തിനകത്തേക്ക് താഴ്ത്തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ദേവാലയത്തിനകത്തുള്ളത്. കസേരയിലിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കസേര പുറത്ത്, നിങ്ങൾക്ക് ആ കസേര പുറത്ത് ഇട്ടിരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാവുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോസഫ്, സ്ഥലം കമ്പനി നിരത്ത്. ആവിലായിലെ അമ്മ ത്രേസ്യായോടും ബന്ധിതനായ ഈശോയോടും കർമ്മല മാതാവിനോടും ഉണ്ണീശോയോടും നന്ദി പറയുന്നു. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. പേര് സോണിയ, സ്ഥലം മാലിദ്വീപ്. നഴ്സായിട്ട് ജോലി ചെയ്യുന്നു അവൾ. കുറേ നാളായിട്ട് പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതയായിരുന്നു. ആദ്യം യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു. കുറേ നാൾ മരുന്ന് കഴിക്കേണ്ടി വന്നു. അത് കുറഞ്ഞതിന് ശേഷം തൊണ്ടയിൽ വെള്ളമിറക്കാൻ പറ്റാത്ത അവസ്ഥയും വേദനയും കഴുത്തിന് നീരും. ഡോക്ടറെ കണ്ടു 4 ദിവസം കഴിക്കാൻ മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആവിലായിൽ റാപ്സനച്ചനെ ഫോണിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ച് മെസ്സേജ് അയക്കാൻ മോളോട് പറഞ്ഞു. അതുപോലെ അവൾ ചെയ്തു. സ്കാൻ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാൽ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്നും നേർന്നു. സ്കാനിങ് ചെയ്തു കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് എല്ലാം നോർമലായിരുന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് അൽഫോൻസ, സ്ഥലം കമ്പനി നിരത്ത്. ആവിലായിലെ അമ്മ ത്രേസ്യായോടും ബന്ധിതനായ ഈശോയോടും കർമ്മല മാതാവിനോടും ഉണ്ണീശോയോടും നന്ദി പറയുന്നു. ഞാൻ എൻ്റെ മകൻ്റെ മകൻ റിച്ചാർഡിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ കുഞ്ഞുമകൻ റിച്ചാർഡിന് മൂക്കിൽ ദശ വളരുകയും ടോൺസിലൈറ്റ്സും ഉണ്ടായിരുന്നു. സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. രണ്ടും കൂടി ഒന്നിച്ച് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ജൂലൈ 29-ാം തീയതി സർജറി കഴിഞ്ഞു. ടെസ്റ്റ് എടുത്ത് ബയോപ്സിക്ക് അയച്ചു. തൈറോയിഡ് ഉണ്ടോ എന്നും ഭയമുണ്ടായിരുന്നു. 3-ാം ദിവസം റിസൾട്ട് വന്നപ്പോൾ ടെസ്റ്റിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. നോർമലായാൽ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. റിസൾട്ട് നോർമലായതിനെ ഓർത്ത് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. ഈശോയ്ക്ക് സ്തുതി. ഞാൻ കൊട്ടിയൂരിൽ നിന്നും വരുന്നു. എനിക്ക് 3 മാസമായി നടുവേദനയായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. നടുവേദന പൂർണ്ണമായും മാറിക്കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നുവെന്ന് ലിസി കൊട്ടിയൂർ. നന്ദി പറയാം. ഈശോയേ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മോളി തോമസ്, സ്ഥലം പയ്യാവൂർ. ഞാൻ എല്ലാ ആഴ്ചയും ഇവിടെ വരാറുണ്ട്. ഞാൻ എൻ്റെ മരുമകൾക്ക് ഓസ്കി പരീക്ഷയ്ക്ക് ജയിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അവളത് പാസ്സായി. പിന്നെ അവൾക്ക് 2ാമതൊരു കുഞ്ഞിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. അതും ഈശോ നൽകി അനുഗ്രഹിച്ചു.
ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് നവീൻ തോമസ്, ഇടവക നെടുമ്പുറഞ്ചാൽ. ഞാൻ ആദ്യം B2 പരീക്ഷ 2 എഴുതി, അത് തോറ്റുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇനി പരീക്ഷ എഴുതുമ്പോൾ 2 ജയിച്ചാൽ ഞാനിവിടെ സാക്ഷ്യം നൽകാമെന്ന് നേർന്നു. ഇപ്പോൾ ഞാൻ 4 പരീക്ഷ എഴുതി, അതിൽ 3 ജയിച്ചു. വേഗം ജർമ്മനിയിലേക്ക് പോകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് ചിന്നമ്മ. ഞാൻ തെറ്റുവഴി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ മകന് വിദേശത്ത് പോകാൻ വേണ്ടി ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എല്ലാം ശരിയായി വിദേശത്ത് പോകാൻ കഴിഞ്ഞാൽ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് എൻ്റെ മകനെയും കൂട്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ദൈവം അത് സാധിച്ചു തന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സെജു, ഇടവക പെരുമ്പുന്ന. എൻ്റെ മകൾക്ക് ലഭിച്ച അനുഗ്രഹം ഇവിടെ സാക്ഷ്യപ്പെടുത്തി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകൾ +2 കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാനാണ് പോയത്. പഠനശേഷം പരീക്ഷ എഴുതാൻ സെൻറ്റർ പോലും കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് വ്യാഴാഴ്ച ശുശ്രൂഷകളിൽ പങ്കുചേരുകയും രാത്രിയിലുള്ള യേശുനാമ ജപത്തിൽ മിക്കപ്പോഴും പങ്കുചേരുകയും അതിനുശേഷം നമ്മുടെയും മറ്റുള്ള എല്ലാവരുടെയും നിയോഗങ്ങൾക്കായി മുട്ടിലിഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് അനുഗ്രഹം മേടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മോൾക്ക് ജർമ്മൻ B2 പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടുകയും തുടർന്ന് ജർമ്മനിയിലെ പ്രശസ്തമായ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നേഴ്സിംഗ് അഡ്മിഷൻ കിട്ടിപ്പോവുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. എൻ്റെ പേര് ലീലാമ്മ. ഞാൻ ചെടിക്കുളത്തു നിന്നും വരുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ശമ്പളം കൂട്ടി നൽകുന്നതിന് ആവശ്യപ്പെട്ടു. 8 വർഷമായിട്ടും ശമ്പളം കൂട്ടി നൽകിയില്ല. ഞാൻ ആവിലായിൽ വന്ന അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും 7 വ്യാഴാഴ്ച മുട്ടിന്മേ വലിയാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു. അതിൻ്റെ ഫലമായി ശമ്പളം കൂട്ടി നൽകി ആവിലാമ്മ എൻ്റെ മകനെ അനുഗ്രഹിച്ചു. കൂടാതെ എൻ്റെ ചേച്ചിയുടെ മകൾ OETക്ക് പഠിക്കുകയായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം തന്നെ വിജയിച്ചാൽ മുട്ടിൽ വലിയാനും സാക്ഷ്യം എഴുതിയിടാമെന്നും നേർന്നതിൻ്റെ ഫലമായി ആദ്യത്തെ തവണ തന്നെ അവൾ ഉയർന്ന സ്കോറോടെ വിജയിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും നന്ദി പറയുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലൗലി. ഞാൻ ചുങ്കക്കുന്നിൽ നിന്നും വരുന്നു. ജൂൺ മാസത്തിൽ രാത്രിയിൽ എൻ്റെ കാലിൽ എന്തോ ഒന്ന് കടിക്കുകയും കാല് നിവർത്താൻ പറ്റാത്തത്ര വേദന അനുഭവപ്പെടുകയും അതേ തുടർന്ന് പനി ഉണ്ടാകുകയും ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒരു മാറ്റവുമില്ലാത്തതിനാൽ ബന്ധിതനായ ഈശോയോടും കർമ്മല മാതാവിനോടും ആവിലായിലെ അമ്മ ത്രേസ്യായോടും സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ എല്ലാ വേദനയും മാറിക്കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും നന്ദി പറയുന്നു. എൻ്റെ പേര് ത്രേസ്യാമ്മ. മണിപ്പാറയിൽ നിന്നും വരുന്നു. ആവില പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങൾക്ക് നല്ലൊരു ഭവനം ലഭിച്ചു. വെള്ളമില്ലായിരുന്നു, വെള്ളം കിട്ടി. 3 മക്കളാണുള്ളത്. മക്കൾക്ക് വിദേശത്ത് പോകാനും ജോലി ലഭിക്കാനും സാധിച്ചു. മക്കളുടെ വിവാഹങ്ങൾ നടന്നു. ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായും മാറിക്കിട്ടി. 2ാമത്തെ മകന് സൈനസൈറ്റിസ് എന്ന അസുഖമായിരുന്നു. അതിന് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ടും കുറഞ്ഞില്ല. ഇവിടെ സാക്ഷ്യം എഴുതിയിട്ടേക്കാന്ന് നേർന്നതിൻ്റെ ഫലമായി അത് പൂർണ്ണമായി മാറിക്കിട്ടി.
ഇത്രയേറെ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അലൻഡ. ഞാൻ ചെട്ടിയാമ്പറമ്പിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യത്തെ തവണ OET എക്സാം പാസ്സായിട്ടും എനിക്ക് UK പോകാൻ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. UK നിന്നുള്ള ഒരു ഇൻ്റർവ്യൂ കിട്ടിയെങ്കിലും എനിക്ക് എക്സ്പീരിയൻസ് ആയില്ല എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസിനായി വെയിറ്റ് ചെയ്തു. എക്സ്പീരിയൻസ് ആയപ്പോൾ UK നിയമങ്ങളാകെ മാറി. അപ്പോൾ ഏജൻസിയിൽ നിന്ന് എന്നോട് പറഞ്ഞു, UK ചെന്ന് കഴിഞ്ഞ് OETക്ക് 10 മാസമെങ്കിലും കാലാവധി വേണമെന്ന്. 2.5 വർഷം കാലാവധിയുള്ള എക്സാം എഴുതിയിട്ടിപ്പോൾ 1.5 വർഷമായി. അതുകൊണ്ട് എന്നോട് ഒരിക്കൽ കൂടി OET എഴുതണമെന്ന് പറഞ്ഞു. ഞാനാകെ സങ്കടത്തിലായി. അതിൻ്റെ കൂടെ എൻ്റെ കാൽമുട്ടിനൊരു സർജറിയും വേണ്ടി വന്നു. ആകെ വിഷമിച്ച് നിന്ന ഞാൻ ഈ അവസരത്തിൽ ഇവിടെ വന്ന് റാപ്സനച്ചനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ഒന്നും വിഷമിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പം UK ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അലൻഡ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്? അത്ഭുതങ്ങളിൽ അത്ഭുതം നടന്നിരിക്കുന്നുവല്ലോ. അലൻഡ ഇനി എക്സാം എഴുതണ്ട, വിസയ്ക്ക് വെച്ചോളാൻ ഹെഡ് ഓഫീസിൽ നിന്നും പറഞ്ഞെന്ന്. എനിക്ക് വിസയും ടിക്കറ്റും ഓക്കെയായി. ഞാൻ ഈ ആഗസ്റ്റ് 14 UK പോവുകയാണ്. എൻ്റെ കാലും പൂർണ്ണമായി സുഖമായി. എനിക്ക് ഇത്ര വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ലിജിമോൾ. ഞാൻ ഉളിക്കല്ലിൽ താമസിക്കുന്നു. ഞാനൊരു GNM നേഴ്സാണ്. ഞാൻ 2 വർഷത്തോളമായി കുവൈറ്റിൽ ഒരു ജോലിക്കായി ശ്രമിക്കുന്നു. 1 വർഷം മുമ്പ് ഞാൻ എൻ്റെ മമ്മി പറഞ്ഞതനുസരിച്ച് ആവിലാപ്പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല. അടുത്ത വ്യാഴാഴ്ചയും ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ടു. അച്ഛനെൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും കർത്താവെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന എന്ന പ്രാർത്ഥന ദിവസവും 33 തവണ ചൊല്ലി പ്രാർത്ഥിക്കാനും പറഞ്ഞു. അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് പ്രോമെട്രി പരീക്ഷ എഴുതുവാൻ പോകുന്ന സമയത്ത് ഞാൻ അച്ഛന് മെസ്സേജ് അയച്ചു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പരീക്ഷ പാസ്സായി. പിന്നീട് ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുന്ന ക്ലിനിക്കിൽ അച്ഛൻ ആ വഴി പോയപ്പോൾ അവിടെ കയറിയെന്നും മരുന്ന് മേടിച്ചെന്നും എൻ്റെ കൂട്ടുകാർ വഴി ഞാൻ അറിഞ്ഞു. എനിക്കന്ന് അച്ഛനെ കാണാത്തതിൽ സങ്കടമായി. ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ എനിക്ക് കുവൈറ്റിൽ ജോലിക്ക് പോവുക എന്നുള്ള സ്വപ്നം പിന്നെയും പൂവണിയാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ മാസം വിസ വന്നു, മെഡിക്കലും കഴിഞ്ഞു. ഈ വരുന്ന 21-ാം തീയതി എനിക്ക് ടിക്കറ്റും കിട്ടി. എനിക്ക് ഈ വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് തെരേസ. ഞാൻ മഞ്ഞളാമ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു. ജൂലൈ 6 നടന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എക്സാം ഉന്നത വിജയത്തോടെ പാസ്സായി. വിജയം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും നന്ദി പറയുന്നു. എൻ്റെ പേര് അമല ജോൺ. ഞാൻ മഞ്ഞളാമ്പുറം ഇടവകയിൽ നിന്നും വരുന്നു. ഇവിടെ വന്ന് വ്യാഴാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം കൂടുകയും മുട്ടയിലിടുകയും ചെയ്തതിൻ്റെ ഫലമായി നല്ലൊരു ജോലി നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം.
പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ ഒക്ടോബർ 14 നമ്മുടെ ഉരുൾ നേർച്ചയുടെ 3 പൊതുവായിട്ടുള്ള നിയോഗങ്ങൾ: ജോലി തടസ്സം മാറുകയും നല്ല ജോലി ലഭിക്കുകയും ചെയ്യുക, വിവാഹം നടക്കുക, അതുപോലെ സന്താന സൗഭാഗ്യം ലഭിക്കുക എന്ന ഈ 3 പ്രധാനപ്പെട്ട നിയോഗങ്ങളാണ്. അതുപോലെ മറ്റ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടും ഒക്ടോബർ 14 തിരുനാൾ ദിവ്യബലിക്ക് ശേഷം ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പോഴേ നേർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എന്നെ ഇവിടെ സാക്ഷ്യം പറയുവാൻ യോഗ്യയാക്കിയതിന് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഷാൻഡി ജോണി. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യം പറയുവാനാണ്. ഹസ്ബൻഡിന് ഒരു ക്ഷീണവും തളർച്ചയും തോന്നിയപ്പോൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായി കണ്ടു. ഡോക്ടറിനെ കാണിച്ചു. ഡെങ്കി ഫീവർ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നീട് അതിൻ്റെ കെയറും കാര്യങ്ങളുമായി നടന്നു. കൗണ്ട് കൂടുന്നതായി കണ്ടില്ല. അതിനാൽ വേറെ ഡോക്ടറെ കാണിച്ചു. സ്കാനിങ് ചെയ്തു. അതിൽ ലിവറിന് ചെറിയ പ്രോബ്ലംസ് കണ്ടു. അവർ CT സ്കാൻ ചെയ്യാൻ റെഫർ ചെയ്തു. അതിലും ഡോക്ടറിന് സംശയകരമായ രീതിയിൽ കണ്ടു. അതിനാൽ അവർ MRI ചെയ്യാൻ പറഞ്ഞു. MRI ചെയ്യുന്നതിന് മുമ്പായി അച്ഛനെ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു. അച്ഛനെ കാണാൻ അവസരം കിട്ടി. പ്രാർത്ഥിച്ചു. ഇന്നലെ MRI റിസൾട്ട് വന്നു. സംശയകരമായ രീതിയിലൊന്നുമില്ല, എല്ലാം നോർമൽ ആണെന്നും ഡോക്ടർ പറഞ്ഞു. എൻ്റെ കുടുംബത്തിന് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ആശ ഷൈജു. കരിക്കോട്ടക്കരിയിൽ നിന്നും വരുന്നു. 2 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നെൻ്റെ അനുജിത്തിയുടെ ഭർത്താവായ സന്തോഷ് ദുബായിലാണ് ജോലി ചെയ്തിരുന്നത്. ശമ്പളം തീരെ കുറവാണ്. ആവിലായിൽ ലീവിന് വന്നപ്പോൾ അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. മുട്ടിന്മേൽ നീന്തി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു. നല്ലൊരു സ്ഥലവും ആവിലായിലെ അമ്മ നൽകി. സാക്ഷ്യം പറയാൻ താമസിച്ചു പോയതിന് ക്ഷമ ചോദിക്കുന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ദൈവമേ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മിനി. ഞാൻ ചെമ്പേരി ഇടവകാംഗമാണ്. എൻ്റെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്കുള്ള സാക്ഷ്യമാണ് ഞാൻ എഴുതുന്നത്. ഞങ്ങൾ കുടുംബസമേതം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. അന്ന് പോകാൻ സമയം ഞങ്ങൾ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു നല്ല വാഹനം വാങ്ങാൻ സാധിക്കട്ടെ എന്ന് അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഡിസംബറിൽ നല്ല ഒരു കാറ് വാങ്ങാൻ സാധിച്ചു. ബന്ധിതനായ ഈശോയുടെ തിരുനടയിൽ നിയോഗം എഴുതി കെട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ 4 നിയോഗം ഈശോ സാധിച്ചു തന്നു. മകൻ്റെ എൻജിനീയറിംഗ് പഠനത്തിൻ്റെ ഫസ്റ്റ് സെം റിസൾട്ടിൽ നല്ല വിജയം തന്ന് അനുഗ്രഹിച്ചു. മകൾ PG MA ഇംഗ്ലീഷ് 2 പേപ്പർ പാസ്സാവാതെ ഉണ്ടായിരുന്നു. ഏപ്രിൽ പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സായി. ഈ വിജയം നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. എൻ്റെ പേര് അലീന. ഞാൻ കേളകം സ്വദേശിനിയാണ്. +2 ഉയർന്ന മാർക്ക് ലഭിക്കുന്നതിനായി ഞാൻ ആവില വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമെന്നോണം നല്ല മാർക്ക് ലഭിക്കുകയും മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. കൂടാതെ എൻ്റെ സഹോദരിക്ക് ഒരു ജോലി ലഭിക്കുന്നതിനായി നോക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. ആവിലായിൽ അനുഭവ സാക്ഷ്യം എഴുതി അറിയിച്ചോളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അന്ന. പയ്യാവൂർ സ്വദേശിയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ അമ്മച്ചിയുടെ പെൻഷന് വേണ്ടിയിട്ടായിരുന്നു. ഒത്തിരി നാളായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ കിട്ടാതെ റദ്ദായി പോയി. എന്ത് ചെയ്തിട്ടും മാറ്റിയിട്ടും ആരെയൊക്കെ കണ്ടിട്ടും ശരിയായില്ല.
പറ്റില്ല എന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ ഓടിക്കുമായിരുന്നു. ആ ദിവസങ്ങളിലായിരുന്നു ആവിലാപ്പള്ളിയിലെ തിരുനാൾ. 2 ദിവസം വരികയും അവസാന ദിവസത്തെ പെരുന്നാളിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തു. തിരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, പെൻഷൻ ശരിയായി എന്ന് പറഞ്ഞ് കോൾ വന്നുവെന്ന്. അക്കൗണ്ടിൽ പൈസയും കയറി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജോസ് മാത്യു. എൻ്റെ ഒരു സ്ഥലം വിറ്റ് കിട്ടുന്നതിനായി വളരെ നാളുകളായി ബന്ധിതനായി ഈശോയുടെ രൂപത്തെങ്കിൽ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ വണ്ടിയിലിരുന്ന് ജപമാലയും കരണക്കന്തയും ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സ്ഥലം എനിക്ക് വിറ്റ് കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ബഹുമാനപ്പെട്ട റാപ്സനച്ചനും നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് ഓമന. ഞാൻ മാങ്ങോട് നിന്ന് വരുന്നു. എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയായിട്ട് 3 വർഷമായി മുട്ടിൽ നിൽക്കാനോ മുട്ട് മടക്കാനോ എനിക്ക് സാധിക്കാറില്ലായിരുന്നു. 2023 ഒക്ടോബർ 6 രോഗികളുടെ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് ഈശോ സൗഖ്യം തന്നു. എനിക്ക് മുട്ടുകുത്താൻ സാധിച്ചു. 2024 ജൂലൈ 20 ഞാൻ ഇവിടെ വന്ന് കുരിശടിയിൽ തൊട്ട് മുട്ടിൽ വലിഞ്ഞു. എനിക്കൊരു വേദനയും ഉണ്ടായില്ല. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷത്തെ അമ്മ ത്രേസ്യയുടെ തിരുനാളിന് മുമ്പ് നടത്തിയ രോഗസൗഖ്യാരാധനയിൽ പങ്കെടുത്തു. കർത്താവ് സൗഖ്യം നൽകിയതിൻ്റെ സാക്ഷ്യമാണ്. അതുപോലെ ഈ വർഷം നമുക്ക് ഒക്ടോബർ 6 ഞായറാഴ്ച കാലത്ത് 8 മണിക്ക് കുർബാനയും അതിനുശേഷം രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വർഷവും നടത്താറുള്ള രോഗസൗഖ്യാരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം, ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഈശോയെ സ്തുതി. ഈശോയെ നന്ദി. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ തലശ്ശേരി കോടിയേരിയിൽ നിന്നും വരുന്നു. 2024 മാർച്ച് മാസത്തിലാണ് ഞാൻ ഇവിടെ ആദ്യമായി വന്നത്. എൻ്റെ അരിഞ്ചൻ്റെ ഭാര്യ വഴിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ വരുമ്പോൾ 25 വർഷമായി സോറിയാസിസ് എന്ന അസുഖത്തിൻ്റെ ഭാരം പേറിയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അച്ഛനെ കണ്ടാണ് മടങ്ങിയത്. പോയതിനു ശേഷം ഇവിടെ നിന്നും ലഭിച്ച പ്രാർത്ഥനയും 101 പ്രാവശ്യം യേശുനാമം ഉരുവിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് 4 മാസത്തിനപ്പുറം എൻ്റെ അസുഖം പൂർണ്ണമായി ഭേദപ്പെട്ടു കഴിഞ്ഞു. ഇതിനൊക്കെയും കാരണമായ ആവിലാസദനിലെ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനോടും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 25 വർഷമായിട്ടുണ്ടായിരുന്ന സോറിയാസിസിന്റെ രോഗപീഠ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അന്തർ കണ്ടതും കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. എൻ്റെ പേര് ഹണി. സ്ഥലം ചുങ്കക്കുന്ന്. ഞാൻ കഴിഞ്ഞ 1 വർഷമായി ജർമ്മൻ ഭാഷ പഠിക്കുകയായിരുന്നു. ഈ പള്ളിയിൽ വരികയും എക്സാം പാസ്സാകുകയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ഈശോ എന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാക്കുകയും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിസി.
ഒറ്റപ്ലാവ് അൽഫോൻസ പള്ളി ഇടവക. എൻ്റെ മകനു വേണ്ടി എഴുതിയ ഒരു സാക്ഷ്യമാണിത്. സാക്ഷ്യം പറയാൻ ഒത്തിരി വൈകിയതിന് പരിശുദ്ധ അമ്മയോടും ആവിലായിലെ അമ്മ ത്രേസ്യായോടും മാപ്പ് ചോദിക്കുന്നു. ഒരു യാത്രാമധ്യേ കുരിശിൽ ഷോൾ കിടക്കുന്നത് കണ്ടാണ് ഈ ദേവാലയത്തെപ്പറ്റി ഞാൻ അറിയുന്നത്. ഒരു ദിവസം ഇവിടെ പ്രാർത്ഥിക്കുവാൻ വരികയും ഡിഗ്രിക്ക് പഠിക്കുന്ന മകന് പഠിക്കാനുള്ള വിഷമം സമർപ്പിക്കുകയും ചെയ്തു. വിജയം നൽകിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് ഞാൻ നേർന്നിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അവന് ഉന്നത വിജയം ലഭിച്ചു. സാക്ഷ്യം പറയുന്ന ഈ സമയത്തിന് മുമ്പ് തന്നെ മകൻ ഒരു വണ്ടി അപകടത്തിൽ മരണപ്പെട്ടു. ഞാൻ ഈ സാക്ഷ്യം പറയാൻ പല പ്രാവശ്യം ശ്രമിച്ചാലും എനിക്ക് പറയാൻ പറ്റാത്തതിനാൽ ഇന്ന് ഈ സാക്ഷ്യം ഞാൻ ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. താമസിച്ചു പോതെന്ന് ക്ഷമ ചോദിക്കുന്നു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ്, സ്ഥലം കമ്പനി നിരത്ത്. ആവിലായിലെ അമ്മ ത്രേസ്യായോടും ബന്ധിതനായ ഈശോയോടും കർമ്മല മാതാവിനോടും ഉണ്ണീശോയോടും നന്ദി പറയുന്നു. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം എഴുതുന്നത്. പേര് സോണിയ, സ്ഥലം മാലിദ്വീപ്. നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. കുറേ നാള് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് മധു ഗബ്രിയേൽ. ഞാൻ തലശ്ശേരി ഹോളി റോസറി ഇടവകാംഗമാണ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ മകൾ വിവാഹം കഴിഞ്ഞിട്ട് 3-4 വർഷമായിട്ടും കുട്ടികളൊന്നും ആകാതെ ഞങ്ങൾ ഒരുപാട് ഭാരപ്പെട്ട് കഴിഞ്ഞ് കുറേ ട്രീറ്റ്മെൻ്റ് എടുത്ത് ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ 3-4 വർഷം കഴിഞ്ഞിട്ട് അവൾ പ്രഗ്നൻ്റായി 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവൾക്ക് ബ്ലീഡിങ് ആയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അത് പറഞ്ഞ് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അന്നോട്ട് അവൾ ലോസ് ഓഫ് പേ എടുത്തിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ എടപ്പാൾ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ 4-ാം മാസത്തിൽ കുട്ടിയുടെ അൾട്രാ സ്കാനിങ്ങിന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പം ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞ് കുട്ടിയുടെ ഹാർട്ടിൻ്റെ 3 വാൽവിന് ലീക്കുണ്ട്. അപ്പം അതുകൊണ്ട് ആ കുട്ടി അത്ര കുറേ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാകും. ആ കുട്ടിയെ കിട്ടുമെന്ന് വിഷമമാണ്. അതുകൊണ്ട് നിങ്ങൾ അബോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് കിട്ടിയ കുഞ്ഞാണ്. അപ്പം ഞാൻ അന്ന് തന്നെ അച്ഛനെ വോയിസ് മെസ്സേജ് ഇട്ട് അച്ഛന് ഇങ്ങനെ എൻ്റെ മകളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അച്ഛാ, എന്താ വേണമെന്ന് ചോദിച്ചിട്ട് അന്ന് തന്നെ എനിക്ക് അച്ഛൻ്റെ റിപ്ലൈ വന്ന് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുവാനും യേശുനാമം ദിവസവും 101 പ്രാവശ്യം ഉരുവിടുവാനും അതേപോലെ രോഗിയുടെ സൗഖ്യത്തിനുള്ള ഒരു വീഡിയോ ആരാധനയുടെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അത് എല്ലാ ദിവസവും വെച്ച് കാണുവാനും പറഞ്ഞു. എന്നിട്ട് അച്ഛനെ വോയിസിൽ പറഞ്ഞു കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടും, വന്ന് സാക്ഷ്യം പറയാനായിട്ട് റെഡി ആയിക്കണമെന്ന് പറഞ്ഞു. അവൻ അച്ഛൻ്റെ ആ പറച്ചിൽ തന്നെ എനിക്ക് സമാധാനമായി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി. 5-ാം മാസത്തിൽ സ്കാനിങ്ങിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഭയങ്കര ടെൻഷനായിട്ടാണ് പോയത്. അവൾക്കാണെങ്കിൽ അന്നോട്ട് ഉറക്കമില്ല, ഭയങ്കര പ്രയാസത്തിലായിരുന്നു. 5-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പം 3 വാൽവിൽ 1 വാൽവ് നോർമലായിട്ടുണ്ട്, 2 വാൽവിന് മാത്രമേ ലീക്കുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ എന്നാലും 2 വാൽവിന് ലീക്കുണ്ട്. എന്നാലും ഞാൻ യേശുവിൽ വിശ്വസിച്ചു. അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി. അങ്ങനെ 7-ാം മാസത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ കുഞ്ഞിൻ്റെ കംപ്ലീറ്റ് വാൽവിൻ്റെ ലീക്കും മാറി കുഞ്ഞ് കംപ്ലീറ്റ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞായി കാണപ്പെട്ടു. എന്നിട്ട് 7-ാം മാസത്തിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായി. ഇവൾക്ക് ആദ്യം തൊട്ടേ ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഒത്തിരി ഉള്ളതായിരുന്നു. അതുകൊണ്ട് 7-ാം മാസം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇവൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് അവിടെ വന്നപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഉണ്ട് ഇവളുടെ യൂട്രസ് ഉള്ളിൽ നിന്ന് ഓപ്പൺ ആയി കഴിഞ്ഞ്. അപ്പം ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ ആ ഡെലിവറി വരെ ഹോസ്പിറ്റലിൽ തന്നെ തുടരണം, ഏത് നിമിഷവും ഡെലിവറി ഉണ്ടാകും, ഇപ്പോൾ 7 മാസം സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ.
അപ്പോൾ വീണ്ടും പ്രശ്നമായി. എല്ലാ ദിവസവും ആരാധന വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും യേശുനാമത്തിൻ്റെ പ്രാർത്ഥന ഉരുവിടുകയും പിന്നെ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥന സ്ഥിരമായി ചൊല്ലുകയും എല്ലാം ചെയ്ത് എന്തിനു പറയുന്നത് ഞങ്ങൾക്ക് 9 മാസം കംപ്ലീറ്റായി കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള പൂർണ്ണ വെയിറ്റുള്ള ഒരു ദിവസം പോലും NICU കിടക്കേണ്ടി വരാതെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ആവിലായിലെ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൺ അച്ഛനും ബന്ധുവിനായ യേശുവിനും കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് 1.5 മാസമായി കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിക്ക് കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരേ കരച്ചിലാണ്. ഒരു പൊടിയ കുട്ടി രാത്രി ഉറങ്ങുന്നില്ല, അതിന് ഉറങ്ങാനേ കഴിയുന്നില്ല. ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന രാത്രി 2-3 ദിവസങ്ങൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പിറ്റേന്ന് അവിടെ നോക്കിയിട്ട് അവർ പറയും ഒരസുഖവും ഇല്ല എന്ന്. അങ്ങനെ ഒരു ദിവസം അച്ഛനോട് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ട് ചോദിച്ചു, കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് അച്ഛാ, ഞങ്ങൾ എന്താ വേണ്ടേ? അപ്പോൾ അച്ഛനൊരു ചൊവ്വാഴ്ച വന്ന് അച്ഛനെ കാണാൻ പറഞ്ഞു. അങ്ങനെ ചൊവ്വാഴ്ച വന്നപ്പോൾ തന്നെ അച്ഛനെ കാണാൻ കഴിഞ്ഞ അച്ഛൻ കുഞ്ഞിനെ എടുത്ത് കുറേ പിന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാവരെയും തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് കുഞ്ഞിൻ്റെ ആ കരച്ചിലും മാറി കുഞ്ഞ് പിന്നെ വളരെ സൗഖ്യമായിട്ട് അങ്ങനെയാണുള്ളത്. അപ്പം അച്ഛന് 1000 നന്ദി, ബന്ധുവിനായ യേശുവിന് 1000 നന്ദി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോയേന്ന് വിളിച്ചേ, ഈശോയേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, 3-ാം മാസത്തിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹാർട്ടിൻ്റെ വാൽവുകൾക്ക് 3 വാൽവുകൾക്ക് ലീക്കുണ്ട്. കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കുഞ്ഞാണ് അച്ഛൻ്റെ കയ്യിലിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരച്ചിൽ നിർത്താതിരുന്ന കുഞ്ഞാണ് ഈ ഇരിക്കുന്നത്. പുറകെ വിളിക്കേ. കൊച്ചു കരഞ്ഞത് ആവിലയിൽ വരാതിരുന്നത് കൊണ്ട് കരഞ്ഞതാണ് അല്ലേ? നമുക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കുമ്പോഴല്ലേ കരയുന്നത് അല്ലേ? അല്ലേ? ഉദരത്തിലുള്ള കുഞ്ഞ് ഈശോയുടെ കുഞ്ഞാണ്. ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുപോലെ പ്രെയർ ഫോർ ദ സിക്ക് യൂട്യൂബിൽ ആവർത്തിച്ച് കണ്ട് പ്രാർത്ഥിച്ചു. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിച്ചു. 101 പ്രാവശ്യം ഈശോയേന്ന് വിടാതെ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് കിട്ടില്ല എന്ന് പറഞ്ഞത്, ലഭിക്കില്ല എന്ന് പറഞ്ഞത്, മനുഷ്യന് അസാധ്യമെന്ന് പറഞ്ഞത് കർത്താവ് കുടുംബത്തിന് നടത്തിക്കൊടുത്തു. കൈയടിച്ച കർത്താവിന് മുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ വരുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇപ്പോൾ തന്നെ എല്ലാ ദിവസവും ചൊല്ലുന്നവരൊന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ട്. അത് ലഭിച്ചിട്ടില്ലാത്തവർ കരമുയർത്താവോ? നിങ്ങൾക്ക് അത് സ്റ്റാളിൽ നിന്ന് സൗജന്യമായി കളക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു തിരിയൊക്കെ കത്തിച്ച് 33 പ്രാവശ്യം ആ പ്രാർത്ഥന ചൊല്ലി 101 പ്രാവശ്യം ഈശോയേന്ന് വിളിക്കുക. കഴിഞ്ഞ ആഴ്ച 101 യേശുനാമ ജപത്തിൻ്റെ കൊന്ത പലർക്കും കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ അത് രാത്രിയും പകലും ഇല്ലാതെ ഉറക്കമൊന്നുമില്ലാതെ ഇരുന്ന് കുറേ കൊന്തകൾ, യേശുനാമ ജപത്തിൻ്റെ 101 മണിയുള്ള കൊന്ത, ആവില കൊന്ത അല്ലേ, അത് റെഡിയാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കുന്നതായിരിക്കും. പറഞ്ഞു. എൻ്റെ പേര് ഷിനിൽ, സ്ഥലം പടിയൂരാണ്. എൻ്റെ വൈഫ് നിമിഷ. ഞങ്ങൾ 14 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 14 വർഷമായി. ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം മക്കളുണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡോക്ടറെ ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇനി IVF അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല, കുറച്ച് നാൾ മരുന്ന് കഴിക്കുക, അതിനുശേഷം IVF ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ഈശോയ്ക്ക് സാധ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന തന്ന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞു,
രണ്ടുപേരും മുഖത്തോട് മുഖം ചേർന്ന് നിന്ന് ഈശോയെ അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ വന്ന് നിറയുന്നു എന്ന പ്രാർത്ഥന തോളിൽ കൈവച്ച് ഈശോയെ അങ്ങയുടെ സ്നേഹം ഞങ്ങളിൽ വന്ന് നിറയുന്നു എന്ന് പ്രാർത്ഥന 33 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചൊല്ലി. അതിനുശേഷം 6 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് ഇവിടെ പള്ളിയിൽ വരാൻ പറഞ്ഞു. അതും ചെയ്തു. 3 മാസമായപ്പോഴത്തേക്ക് അവൾ പ്രഗ്നൻ്റായി. റിസൾട്ട് ഞങ്ങൾ അച്ഛനെ വന്ന് വീണ്ടും കണ്ടു. അപ്പോൾ അച്ഛനൊരു കുഞ്ഞി കൊന്ത തന്നിട്ട് പറഞ്ഞു, കൈവച്ച് പ്രാർത്ഥിച്ച അച്ഛൻ കുഞ്ഞി കൊന്ത തന്നിട്ട് പറഞ്ഞു, ഇത് ചൊല്ലി ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥന 1000 പ്രാവശ്യം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അതും കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധുവിനായ ഈശോയ്ക്കും ആവിലാമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും കോടാനുകൂടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് ലഭിച്ചതിന്, ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം പിന്നെ 13 വർഷങ്ങൾ ഇവർ ആഗ്രഹിച്ചെങ്കിലും കുഞ്ഞാവുന്നുണ്ടായിരുന്നില്ല. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ IVF ചെയ്യണമെന്നാണ് പറഞ്ഞത്. കാരണം മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഒരു കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ജൂലൈ ഏത് മാസമാണ് വന്നത്? കഴിഞ്ഞ ജൂൺ മാസത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഈ വർഷം കർത്താവ് അമ്മ ത്രേസ്യയുടെ തിരുനാളിന് മുമ്പ് കുഞ്ഞിനെയുമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ കർത്താവിടെ വരുത്തിയതിനെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.